ഹലോ ഗൈസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് 3 പേർക്കും നല്ല അടിപൊളി പനിയായിരുന്നു കേട്ടോ. അതും വെറും പനിയല്ല, ഡെങ്കിപ്പനിയായിരുന്നു. ചേട്ടനാണ് ഡെങ്കി പോസിറ്റീവ് ആയത്, എനിക്ക് മോൻ നെഗറ്റീവ് ആണെങ്കിലും ഞങ്ങൾക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറവായിരുന്നു. അപ്പോൾ ഈ പോകുന്നത് നേരെ പത്തനംതിട്ട അടൂരിലേക്കാണ്. അവിടെ എൻ്റെ ശ്വാസകോശത്തിന് നമ്മൾ പൾമണോളജി ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് മോനെ പത്തനംതിട്ടയിൽ പഠിപ്പിച്ച ടീച്ചറിൻ്റെ വീടാണ്. ഇത് ടീച്ചറിൻ്റെ 2 മക്കളാണ് കേട്ടോ. ടീച്ചർക്ക് ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നു. ടീച്ചറിൻ്റെ 2 മക്കളാണ്. അവൾ തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ട് നിൽക്കുന്നത് വീട്ടിൽ ഇരിക്കുന്ന പോലെ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അവൻ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറി. ഇതേ അവളും ഡ്രസ്സ് മാറി. നമ്മൾ ക്യാമറ ഓണാണെന്ന് അറിഞ്ഞപ്പോഴാണ് രണ്ടാളും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ തിരക്കി കുറേ നേരം ഇരുന്നു. ഹോസ്പിറ്റലിലോട്ട് പോകണമായിരുന്നു. വൈകിട്ടായിരുന്നു നമുക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് തന്നിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല കേട്ടോ, മോനെയും നമ്മളിവിടെ പത്തനംതിട്ടയിലെ മുമ്പ് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഡോക്ടറും വൈകിട്ടേ ഉള്ളൂ, 4:30 ശേഷമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നേരെ തേണ്ടേ ഞങ്ങൾ അടൂരെത്തി വൈകിട്ട്. ഇത് ഇവിടുത്തെ ലാബാണ് കേട്ടോ. എനിക്ക് ലാബിൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെസ്റ്റ് ഇൻഫെക്ഷൻ്റെ. അങ്ങനെ അതെല്ലാം ചെയ്ത് ഞങ്ങൾ റിപ്പോർട്ടൊക്കെ വാങ്ങി ഇനി വീണ്ടും ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഡോക്ടറിൻ്റെ പേര് ജോളി എന്നാണ്. ജോളി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ലേഡി ഡോക്ടറാണെന്ന്. പക്ഷേ ലേഡി ഡോക്ടറല്ല, മെയിൽ ഡോക്ടറാണ് കേട്ടോ. പുള്ളി നല്ല ബെസ്റ്റ് ഡോക്ടറാണ്. പുള്ളി ഭയങ്കര കൈപ്പുണ്യമാണ് കേട്ടോ. പുള്ളിയുടെ മെഡിസിൻ കഴിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ശ്വാസം മുട്ട് നന്നായിട്ട് കുറഞ്ഞു നിന്നത്. ഇപ്പോൾ ഈ പനി വന്നതിന് ശേഷം വീണ്ടും ഇൻഫെക്ഷൻ ആയത്. നമ്മൾ നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അല്ല് പറന്ന് ഓടുന്നുണ്ട് കേട്ടോ. അവൻ്റെ അസുഖമൊക്കെ മറന്നിട്ട് ഓടുകയാണ്. ഇവിടെ ഇത്രയും ആൾക്കാരല്ല കേട്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റിനും പോയിട്ട് വന്നുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ കുറവായിട്ട് കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് മോൻ്റെ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അതും പത്തനംതിട്ടയിൽ ഓമല്ലൂർ കഴിഞ്ഞിട്ടാണ്. ഡോക്ടറിൻ്റെ പേര് ലക്ഷ്മി രേഖ എന്ന. പത്തനംതിട്ടയിലുള്ളവർക്കൊക്കെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന ഡോക്ടറാണ് ലക്ഷ്മി രേഖ. നല്ല മിടുക്കി ഡോക്ടറാണ് കേട്ടോ. മോനെയും ട്രീറ്റ്മെൻറ്റ് നടത്തി ഡോക്ടറാണ് നമുക്ക് അവനെ ഒന്ന് ശ്വാസം മുട്ടലിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി തന്നത്. ഇത് നമ്മൾ ശബരിമല പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇതാണ് മോനെ കാണിക്കുന്ന ഡോക്ടറിൻ്റെ വീട്. ഇവിടെ ഒരുപാട് തിരക്കാണ് കേട്ടോ. നമ്മൾ ഒത്തിരി നേരം കാത്തുനിന്നാൽ മാത്രമേ ഡോക്ടറെ കാണാൻ പറ്റൂ. നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് പോരുന്നത് മതി. പക്ഷേ നല്ല ബെസ്റ്റ് മെഡിസിനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവിടെ നിന്ന് കൈയൊക്കെ ഒക്കെ ചേട്ടനെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മരുന്നെല്ലാം മേടിച്ച് ഞങ്ങൾ താണ്ടെ കറക്റ്റ് രാത്രി 10 മണിയായിട്ടുണ്ട്. നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാനൊരു പരുവമായി ഗൈസ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 3 പേരും ഒരു വഴിയായി. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.